ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? തേർഡ് പാർട്ടി ആരായിരുന്നു? തേർഡ് പാർട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? നിങ്ങളുടെ വ്യക്തി എന്താണ് അവരുടെ അവസ്ഥ, അല്ലെങ്കിൽ അവരെന്താണ് ഇപ്പോൾ ആലോചിക്കുന്നത്? നിങ്ങളിലേക്ക് കടന്നു വരുവാനുള്ള ഒരു സാധ്യത എത്രമാത്രമുണ്ട്? ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനൻ്റ് ആവില്ല. റെസനൻ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. പിന്നെ ടൈംലെസ് ആണ്. ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. എല്ലാ കാര്യവും അറിയാമല്ലോ എല്ലാവർക്കും, ഞാൻ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ശരി, ഓക്കെ. നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. എന്താണ് നൈറ്റ് ഓഫ് വാൻസ്? നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തേർഡ് പാർട്ടിയാണിത്. തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഫ്ലട്ടി ആൻഡ് ഓപ്പൺ മൈൻഡ് ലവ്. ഓപ്പൺ മൈൻഡഡ് ആണ് അവർ, ആരായാലും ഹി ഓർ ഷി. അപ്പോൾ ഫ്ലട്ടിയും ആണ് എന്ന് വെച്ചാൽ ഇതുമാതിരി ഒരു ബന്ധം മാത്രമൊന്നുമല്ല അവർക്കുള്ളത്. അതായത് ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ ഒരു വ്യക്തിയുമായി മാത്രം ഉള്ള ഒരു ബന്ധമല്ല ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവർ പൊതുവേ ഈ ഒരു ആളാണ്, അതായത് ഇങ്ങനെ ഒരു എനർജിയുള്ള ഒരു വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഡബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ വന്നിരിക്കുന്നത് ബ്ലാക്ക് മാജിക് എനർജി ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ബ്ലാക്ക് മാജിക് എനർജി ചെയ്തിട്ട് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ അവർ വിചാരിച്ച പോലെ അവർ അത് സാധിച്ചു എന്നാണ്. എന്നതിന് ശേഷം ഇവിടെ വളരെ 5 of Swords, ഡസ്പ്യൂട്ട്സ് ആൻഡ് സബോട്ടേജിങ് എന്നാണ്. അതായത് കൺട്രോൾ ചെയ്ത് നിർത്തിയിരുന്നു നിങ്ങളുടെ വ്യക്തിയെ എന്ന് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് കാർഡ്. ഓക്കെ, അപ്പോൾ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്ന് പറയുമ്പോൾ എന്താണ്? കൺട്രോൾ ചെയ്തിട്ട് ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിച്ചോളണം. ഫയറായിരുന്നു, അതുപോലെ തന്നെ വാളായിരുന്നു. ആ രീതിയിലൊക്കെയുള്ള ഭീഷണി കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ബ്ലാക്ക് മാജിക് എനർജി കൂടെ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തും ചെയ്യാം, നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് കൊടുത്ത് എനിക്ക് ഞാൻ പറയുന്ന പോലെ വരച്ച വരയിൽ നിർത്തുക എന്നുള്ളതാണ്. ആ രീതിയിലായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്നാണ്. ഇവിടെ 7 of Cups ഉണ്ട്. 7 of Cups ഓപ്ഷൻ്റെ കാർഡാണ്. നേരത്തെ ആദ്യത്തെ കാർഡ് തന്നെ ഫ്ലട്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇവർക്കെന്നാണ്. അതായത് ഈ തേർഡ് പാർട്ടിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് അവരുടെ ഇമോഷണൽ നീഡ്സിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും എന്നുള്ളതാണ്. അതിന് ഇപ്പോൾ സാമ്പത്തികമായാലും ശരി, ബാക്കി ഇമോഷണൽ ഫീലിങ്സ് കാര്യങ്ങൾ എന്തായാലും അവർ അത് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും വരച്ച വരയിലൊക്കെ നിർത്തി അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുന്ന ഒരു ആൾ തന്നെയായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെഫെൻസീവ് ആൻഡ് അസർട്ടീവ് ആയിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു അത്. വെച്ചാൽ നിങ്ങളുടെ വ്യക്തി വളരെയധികം കുറേയൊക്കെ സഹിച്ചു, അതിനുശേഷം കുറച്ചൊന്ന് ഡിഫെൻഡ് ചെയ്തു എന്നാണ്. അതായത് അങ്ങനെ ഞാൻ അടിമയെ പോലെ ഇരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന ആ ഒരു മനോഭാവം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ വ്യക്തി കുറച്ച് മാറിയിരിക്കുന്നു. അതുകൊണ്ട് അതങ്ങനെ വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ ടവറിലേക്കാണ്. കാരണം എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അതായത് ഈ തേർഡ് പാർട്ടിയുടെ കള്ളക്കളികൾ മുഴുവനും നിങ്ങളുടെ വ്യക്തി കണ്ടുപിടിച്ചു. ഇവർക്കിങ്ങനെ മറ്റ് ബന്ധങ്ങളുള്ള കാര്യവും എല്ലാം കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഡിഫെൻസീവ് ആൻഡ് അസർട്ടീവ് ആയി മാറിയത് ഇവരുടെ ബന്ധം എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും അടുത്ത കാർഡ് നോക്കട്ടെ. 2 of Swords വന്നിട്ടുണ്ട്. അപ്പോൾ റിസൻമെൻ്റ് ആൻഡ് ഡെനിയൽ. അപ്പോൾ ഇവിടെ വഴക്ക് തന്നെയാണ്. അതോടുകൂടി തന്നെ അൺഫെയ്ത്ത്ഫുൾ ആൻഡ് മാനിപ്പുലേറ്റ് ആയിട്ടുള്ള ഒരു ലവ് ആയിട്ടത് മാറിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോട് അത്ര വലിയ താല്പര്യമൊന്നും ഇപ്പോഴില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വിചാരിച്ച പോലെ സ്മൂത്തായിട്ട് അവരെ വെച്ച് അങ്ങനെ കൺട്രോൾ ചെയ്ത് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാമെന്ന് കരുതിയത് നടക്കില്ല എന്നത് മനസ്സിലായിരിക്കുന്നു എന്നാണ്. ഇനി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് ഉള്ള ആ ഒരു ഇത് എന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ. ഓക്കെ,
സിക്സ് ഓഫ് കപ്സ് ആണ്. റെസ്പോൺസിബിൾ ആൻഡ് അഡോറബിൾ ലവ്. സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു സോൾമേറ്റിൻ്റെയൊക്കെ ആ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളും പാർട്ട്ണറും ഒരു സോൾമേറ്റിൻ്റെ ഒരു കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. കാർഡ് കാണുന്നുണ്ടോ? 8 ഓഫ് പെൻറ്റക്കിൾസ്, ഡെഡിക്കേറ്റഡ് ആൻഡ് കൾട്ടിവേറ്റഡ് ലവ്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെയധികം ശ്രമിക്കുന്നു നിങ്ങളിലേക്ക് കടന്നു വരുവാൻ, വീണ്ടും തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം വളരെ കൂടുതലാണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ചിന്തകൾ, നിങ്ങളുടെ ആ ഹാപ്പി മെമ്മറീസ്, പാസ്റ്റ് മെമ്മറീസ്, കാരണം വെച്ചാൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം വേദനയോടുകൂടി ചിന്തിച്ച് ഓർത്ത് ചില സന്തോഷിക്കുന്നത്, അതായത് ഒന്ന് ചിരിക്കുന്നത്, ഇടയ്ക്കൊന്ന് ഓർത്ത് ചിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ നല്ല നിമിഷങ്ങളെ ആലോചിച്ചിട്ടാണെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു, നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള, ഇൻസ്പയറിങ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളോടുള്ളതെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത കാർഡ് ഇവിടെ വളരെയധികം റെജിനുവേറ്റഡ് ആൻഡ് ഹീൽഡ് ആണ് ലവ്. എന്ന് വെച്ചാൽ വളരെയധികം വിഷമമുണ്ട് ഇപ്പോൾ. കാരണം വെച്ചാൽ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വളരെ പ്രതീക്ഷയുണ്ട്, അതിൻ്റെ കൂടെ ഹീൽ ചെയ്യുന്നു. ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു. കാരണം വെച്ചാൽ തന്നിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങിയത് കുറച്ച് സമയമെടുക്കുന്നു. അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ എന്ന വ്യക്തിയെ, ആദ്യത്തെ അതേ വ്യക്തിയായി തിരിച്ചു വരണം എനിക്കല്ലേ, തിരിച്ചു പോകണം എനിക്ക് എങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ഹീലിംഗ് പ്രോസസ്സിലൂടെ പോകേണ്ടതുണ്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആ ഒരവസ്ഥയിലാണ്, വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. നിങ്ങളോടിപ്പം അധികം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഓഫ് സിറ്റുവേഷനിലോ ഒക്കെ ആയിരിക്കാം, ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ സെപ്പറേഷനിലോ ഒക്കെ ആയിരിക്കാം. അത് നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ചൊന്ന് മാറാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ പഴയ ആളായിട്ട് തന്നെ തിരിച്ചു ചെല്ലേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് സൈലൻ്റ് ആകുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, സോളിഡ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ് ലവ്. അതുപോലെ തന്നെ ധനപരമായി കുറച്ച് പുറകോട്ട് പോയി എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം, കാരണം ചിലർ അത്യാഗ്രഹിയായ ഒരു വ്യക്തിയായിരുന്നു ഈ തേർഡ് പാർട്ടി. സോ ഇതെല്ലാം തന്നെ എനിക്ക് വീണ്ടും തിരിച്ച് എടുക്കേണ്ടതുണ്ട്, തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ടൈമാണ് ഇപ്പോൾ എടുക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് റിലയബിൾ ആയിട്ടുള്ള ആ സ്നേഹം, ആ പണ്ടത്തെ അതേ സ്നേഹം എല്ലാവരും അറിയേ, വളരെ പബ്ലിക് ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു ബന്ധം വീണ്ടും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഫോളോവിങ് ഹേർട്ട് ആൻഡ് ഡിസൈറിങ് ലവ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് എത്ര പെട്ടെന്ന് എങ്ങനെ വരണം, അതൊരു ഭാവനയിൽ കാണുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മൾ ചില ലെസൺസൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാനിനി എങ്ങനെയാണ്, കാരണം വെച്ചാൽ എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി അതിനെ തിരിച്ച് ഞാൻ കൊണ്ടുവരണമെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഞാൻ ഇനി അതിനെ ഒന്ന് കൊണ്ടുവരിക എനിക്ക് എന്നറിയില്ല. ആ രീതിയിലുള്ള ചില വിഷമങ്ങൾ ആൾ അനുഭവിക്കുന്നുണ്ട് ഇവിടെ. ഫെയർ ആൻഡ് ഡിസേർവിങ് ലവ്, ജസ്റ്റിസ് തരണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ജസ്റ്റിസ് തന്നിട്ടില്ല, എൻ്റെ ഭാഗത്തുനിന്നൊരു ജസ്റ്റിസ് പോലും ഞാൻ കൊടുത്തിട്ടില്ല എന്നോർത്ത് വിഷമിക്കുന്നു. ആ ജസ്റ്റിസ് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും റിസർവ്ഡ് ആയിട്ടുമുള്ള ആ ഒരു സ്നേഹം ഇനി എൻ്റെ ലൈഫിലേക്ക് അത് നിങ്ങളുമായിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി വളരെയധികം എന്ന് കാണിക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, പ്രോമിസിങ് ആൻഡ് സെക്യൂർഡ് ലവ് ആണ്. ഇവിടെ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോമിസ് ചെയ്തിരിക്കുന്ന, നിങ്ങളോട് പണ്ട് പ്രോമിസ് ചെയ്ത ആ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ സെക്യൂർഡ് ആയിട്ടുള്ള ലവ് തരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളെക്കുറിച്ച് കരുതുന്നത് എന്താണെന്നറിയാമോ? എംപ്രസ് ആയിട്ടാണ് നിങ്ങൾ. ഈ വ്യക്തിയുടെ എംപ്രസ് ആണ് അല്ലെങ്കിൽ എംപററാണ് ഹി ഓർ ഷി, നിങ്ങൾ അങ്ങനെ എടുക്കണം. എംപ്രസ് എന്ന് പറയുന്നതും എംപറർ എന്ന് പറയുന്നതും നമ്മളിവിടെ ഒരേ ഇതിലെടുക്കണം. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ രാജ്ഞിയെ അല്ലെങ്കിൽ എൻ്റെ രാജാവിനെ, എൻ്റെ ചക്രവർത്തിയെ അല്ലെ എൻ്റെ ചക്രവർത്തിനിയെ ഞാൻ ഉപേക്ഷിച്ച് മറ്റേ ഒരു ഫ്ലട്ടി ആയിട്ടുള്ള വ്യക്തിയുടെ കൂടെ
ഞാൻ അറിഞ്ഞോ അറിയാതെയോ പോയി അവിടെ ഡബിൾ എനർജി വന്നിട്ടുണ്ട്, നമ്മളത് എടുത്ത് പറയണം ഇവിടെ. കാരണം ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ ബ്ലാക്ക് മാജിക് ചെയ്ത് കൊണ്ടുപോയതാണ്. ആയിക്കോട്ടെ, എങ്ങനെ കൊണ്ടുപോയതാണെങ്കിലും ശരി, അതിനാണ് ഇവിടെ ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നത്. ഹീലിംഗ് പ്രോസസ്സ് പല രീതിയിലുണ്ട്. നമ്മൾ ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേനും ഈ ഡബിൾ എനർജിയെ നമ്മൾ പിന്നെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഹീലിങ്ങിലേക്ക് വരുന്ന ആ ഒരു അവസ്ഥയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാരണം ഡബിൾ എനർജിയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു എത്ര കാലമാണെങ്കിലും അത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ അതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാർഡ് തന്നിരിക്കുന്നത്. ഗൈഡൻസ് മെസ്സേജ് വന്നിരിക്കുന്നത് ബ്ലിസ്ഫുൾ ആൻഡ് അക്കംപ്ലീഷ്ഡ് ലവ് ഫോർ ഫാൻസ് എന്നാണ്. അപ്പോൾ ആ 4 ഓഫ് ഫാൻസ് കാർഡ് കാണിക്കുന്നത് നമ്മളുടെ ഒരു ഫാമിലി കാർഡാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു സോൾമേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പിന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ആ രീതിയിലുള്ള ബന്ധങ്ങളെയാണ് നമ്മൾ ഇത് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ഈ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള, അതായത് വളരെ ഡിവൈൻ ബന്ധമാണ്. നിങ്ങൾ പിന്നെ മാരീഡ് ആണെങ്കിലും ശരി, സിംഗിൾ ആണെങ്കിലും ശരി, ഇനി എക്സ്ട്രാ മാരിറ്റലാണെങ്കിലും ശരി, ഇവിടെ ബ്ലിസ്ഫുൾ ആൻഡ് അക്കംപ്ലീഷ്ഡ് ലവ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗൈഡൻസ് മെസ്സേജ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരും എന്നാണ്. അതിന് വലിയ താമസമൊന്നും ഇനിയില്ല എന്നാണ്. കാരണം ഹീലിംഗ് പ്രോസസ്സിലാണ് ഇപ്പോഴുള്ളത്. അധികം താമസമില്ലാതെ തന്നെ ആ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളിലേക്ക് കടന്നു വരും എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പിന്നെ നമ്മളുടെ റീഡിങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.